2020 മോഡൽ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഇഞ്ചക്ടർ ഊരുന്നതിനാവശ്യമായ ക്ലാമ്പ് നമ്മുടെ മൂവാറ്റുപുഴ ഗ്രാൻഡ് എഞ്ചിൻ റീബിൽഡേഴ്സിൽ അവർ ഉണ്ടാക്കിയെടുത്താണ്. കാരണം ഈ ഇഞ്ചക്ടർ ഊരുന്നതിനാവശ്യമായ ക്ലാമ്പ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവർ ഉണ്ടാക്കിയെടുത്ത ശേഷം, കാരണം ഇതിൻ്റെ അല്ലാത്ത രീതിയിൽ അഴിച്ചെടുക്കാനുള്ള മാർഗ്ഗങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്, അത് അവർ ഉണ്ടാക്കിയെടുക്കുകയും ഇത് അവർ ആ വർക്ക്ഷോപ്പിലെത്തി ആ എഞ്ചിൻ ഇറക്കാതെ വണ്ടിയുടെ ബേയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ് അവരിത് വിജയകരമായി അഴിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറക്കിയാണ് നേരത്തെ അതെല്ലാം അഴിച്ചിരുന്നത്. ഇപ്പോൾ ഇത് വണ്ടിയിൽ ഉള്ളിൽ വെച്ചും ഇത് അഴിച്ചെടുക്കാം എന്ന് ഇപ്പോൾ അവരത് തെളിയിച്ചിരിക്കുകയാണ്. അത് വളരെ സമഗ്രമായ, വളരെ ടൈറ്റ് ആയിരുന്ന അത് നിങ്ങൾക്കത് ഊരി വരുന്ന സൗണ്ട് ഇപ്പോൾ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇപ്പം ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തിൻ്റെ മറ്റൊരു ഭാഗത്തിനും യാതൊരുവിധ പ്രോബ്ലം ഇല്ലാതെയാണ് ഇത് അഴിഞ്ഞു പോന്നിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ സാധാരണ രീതിയിൽ വണ്ടിയിൽ നിർത്തി അഴിക്കുമ്പോൾ എഞ്ചിൻ പുറത്ത് വെക്കുമ്പോൾ പ്രശ്നമില്ല. വഞ്ചിൽ നിർത്തി അഴിക്കുമ്പോൾ നമ്മൾ ഈ ഹെവി ആയിട്ട് ഹാമർ ചെയ്യുമ്പോഴും അതേപോലെ ന്യൂമാറ്റിക് ഉപയോഗിക്കുമ്പോഴൊക്കെ വാഹനത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങൾ, ഇഞ്ചക്ടറിന് തന്നെയും അതേപോലെ തന്നെ വാഹനത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങൾക്കും അനാവശ്യമായ ബുദ്ധിമുട്ടുകളും കേടുപാടുകളും സംഭവിക്കാം. നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹൈഡ്രോളിക്കിൽ വലിക്കുമ്പോൾ എന്താ വെച്ചാൽ വാഹനം പോലും അറിയാതെ വളരെ മൈല്യൂട്ടായിട്ടാണ് അത് അഴിഞ്ഞു പോരുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾക്കൊന്നും ഒരു കേടുപാടും ഇല്ലാതെ. ഇപ്പോൾ ഇഞ്ചക്ടറിന് തന്നെ കംപ്ലൈൻറ്റ് വരും. ഇപ്പോൾ ന്യൂമാറ്റിക് ഉപയോഗിക്കുമ്പോൾ ബ്രാക്കറ്റും അറ്റാച്ച്മെൻറ്റ്സും ഒന്നും വേണ്ട, ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ന്യൂമാറ്റിക്കാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് എന്ന്. അങ്ങനെയൊന്നുമല്ല, ന്യൂമാറ്റിക് ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ന്യൂമാറ്റിക്കിലാണ് കുറച്ചും കൂടി വാഹനത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഹൈഡ്രോളിക് ഇഞ്ചക്ടർ പുള്ളർ ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്.